കൊച്ചി തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹിറിന്റെ ആത്മഹത്യയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. എറണാകുളം ജില്ലാ കളക്ടറേറ്റിലെത്തി കുട്ടിയുടെ മാതാവ് ഇന്ന് മൊഴി നൽകും. സമൂഹ മാധ്യമങ്ങളിലൂടെ മിഹിറിന്റെ ആത്മഹത്യയുടെ പ്രതീകാത്മക വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ കർശന നടപടിക്ക് ഒരുങ്ങുകയാണ് പോലീസ്. ഇക്കാര്യത്തിൽ എനിക്കൊന്ന് പറയാനുള്ളത്, ഒരു കുട്ടി റാഗിങ്ങിന് വിധേയമായി ഒരു വലിയ ഫ്ളാറ്റിൻ്റെ ഉയരത്തിൽ നിന്ന് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുന്നു. പിന്നീട് ആ കുട്ടിയുടെ മരണത്തിൻ്റെ വീഡിയോ പ്രതീകാത്മകമായി ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നു. ഇത് ചെയ്തവർ എത്ര പ്രായം കുറഞ്ഞ കുട്ടികളാണെങ്കിൽ പോലും തൽക്ഷണം അവരെ അറസ്റ്റ് ചെയ്യാനുള്ള വേഗം നമ്മുടെ പോലീസ് എന്നാണാവോ കൈവരിക്കുക. കാരണം ഇവരെയൊന്നും പിന്നെ ഒരു നിമിഷം പോലും പുറത്ത് നടക്കാൻ അനുവദിച്ചുകൂടാ. കാരണം ഒരു കുട്ടിയുടെ മരണം പോലും ഇവരിൽ ഒരു സ്വാധീനം ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രവുമല്ല, അവർ പരിഹസിച്ചാണ് ആ വീഡിയോ പ്രസിദ്ധപ്പെടുത്തിയെന്നറിയാം. വളരെ നിർദ്ദയമായ ഒരു വീഡിയോ പ്രചാരണമാണ് സോഷ്യൽ മീഡിയയിൽ നടന്നത്. എന്നിട്ട് നമ്മൾ നടപടിക്ക് ഒരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്ന് ഒരുങ്ങിത്തീരും എന്നത് പോലീസിനോട് നമ്മൾ ചോദിക്കുന്ന ചെറിയൊരു ചോദ്യമാണ്. തനേഷ് തമ്പി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. തനേഷ്, ഗുഡ് മോർണിംഗ്. നമ്മുടെയൊക്കെ കുട്ടികൾ പള്ളിക്കൂടത്തിലൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആശങ്കയോടെയാണ് മാതാപിതാക്കളൊക്കെ ഈ വാർത്ത ഇരുന്ന് കേൾക്കുന്നത്. കാരണം കർക്കശമായ നടപടികളുമായി, കാര്യം ഇതിന് മുഖ്യമന്ത്രിയുടെ ഇൻസ്ട്രക്ഷൻ വരാൻ വേണ്ടി പോലീസ് സംവിധാനം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്താണോ ഇവരെയൊക്കെ പിന്തിരിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. പറയൂ. ഗുഡ് മോർണിംഗ് SKN. വളരെ വേദനയുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ജനുവരി 15-ന് പുറത്തു വന്നിരുന്നത്. ഈ തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൻ്റെ 27-ാം നിലയിൽ നിന്ന് 15 വയസ്സുകാരനായ മിഹിർ മുഹമ്മദ് എന്ന വിദ്യാർത്ഥി ചാടി മരിച്ചു എന്നുള്ളതായിരുന്നു ആ വാർത്ത. അതിന് പിന്നിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വരികയായിരുന്നു. ഏറ്റവും കൂട്ട റാഗിങ്ങിന് ഈ മിഹിർ ഇരയായി എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത്. ആരോപണം മാത്രമല്ല, അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകളും അവർ പുറത്തുവിട്ടിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പുറത്തു വന്നിരുന്ന ഒട്ടേറെ ചാറ്റുകളുടെയും അതുപോലെ തന്നെ സ്റ്റാറ്റസുകളുടെയും ഒക്കെ സ്ക്രീൻഷോട്ടുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ മിഹിറിൻ്റെ അമ്മ തന്നെ രംഗത്ത് വന്നത്. ഇതിനുശേഷമാണ് ഈ കേസ് വളരെ വേഗം പ്രാപിച്ചത്. അതിലാണ് ഇന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആ ഇടപെടലിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ ഇന്ന് കൊച്ചിയിലേക്ക് എത്തുന്നു. എറണാകുളം കളക്ടറേറ്റിൽ അദ്ദേഹം സിറ്റിംഗ് നടത്തുന്നുണ്ട്. ഈ സിറ്റിങ്ങിലേക്ക് കുട്ടിയുടെ കുടുംബാംഗങ്ങളെയും മാതാവിനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ വിളിച്ചു വരുത്തുന്നു. ഒപ്പം തന്നെ സ്കൂൾ അധികൃതരെയും വിളിച്ചു വരുത്തുന്നു. അവിടെ നിന്ന് അവരുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ എന്ത് തുടർ നടപടി എന്നത് സംബന്ധിച്ച് ഉള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക. ഏതായാലും ഇക്കാര്യത്തിൽ ഗൗരവത്തോടു കൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് രംഗത്ത് വരുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതേസമയത്ത് പോലീസ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത അല്ലെങ്കിൽ വേഗം കൈവരിക്കേണ്ടതുണ്ട് എന്ന് നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വികൃതമായ വീഡിയോ അനുകരണം, ഈ ഒരു സംഭവത്തിൻ്റെ അനുകരണം, നമുക്കത് പറയാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ക്രൂരമായ പീഡനങ്ങളാണ് ഈ പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മിഹിർ അനുഭവിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അനുകരണം ഉണ്ടായി എന്ന് പറയുമ്പോൾ, അത് വീഡിയോ പ്രദർശിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. അക്കാര്യത്തിൽ പോലീസിൻ്റെ നടപടി വളരെ വേഗത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. എന്തായാലും ഈ കാര്യത്തിൽ ഈ റാഗിങ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ക്യാമ്പസുകളിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള നിയമ സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ട്. കുറേ ഒരു വലിയ പരിധി വരെ റാഗിങ് ഇല്ലാതായിരിക്കണം. അപ്പോഴാണ് ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ഈ കുട്ടി കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ച സംഭവം ഉണ്ടായത്. കാരണം ആ കുട്ടിയെ വളരെ മൃഗീയമായി പീഡിപ്പിച്ചു എന്നുള്ള കാര്യം പോലീസ് സംവിധാനം അറിയാതെ പോകരുത്. ആ കുട്ടിയുടെ മാതാപിതാക്കളും അതേപോലെ ആ കുട്ടിയുടെ അമ്മാവനും ഒക്കെ പറയുന്നത് ക്ലോസറ്റിലേക്ക് തലയും മുഖവും അമർത്തിപ്പിടിച്ച് വെള്ളം ഫ്ലഷ് ചെയ്തു എന്നാണ് പറയുന്നത്. അത്രയും ഭീകരമായ റാഗിങ്ങിനാണ് ഈ കുട്ടി വിധേയമായത്. ഈ കുട്ടിക്ക് വേണ്ടി പറയുന്നതൊക്കെ ഗൗരവത്തോടെടുത്ത് കർക്കശമായ തീരുമാനമെടുത്തില്ലെങ്കിൽ നാളെ വീണ്ടും ഇതുപോലെ ചാടി മരിക്കുന്ന കുട്ടികളുടെ എണ്ണം നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുമെന്ന കാര്യം മറന്നു പോകരുത്.